കുക്കിങ്ങിനെ കുറിച്ചിട്ട് ഒരു ഹർക്കത്തും അറിയാത്ത പ്രവാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടാവില്ല, എസ്പെഷ്യലി ബോയ്സ്. A+B² ഈസ് ഈക്വൽ ടു A²+B²+2AB പഠിക്കുന്ന സമയത്ത് ഈ ഇക്വേഷനൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇതൊക്കെ നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. എങ്ങനെയുണ്ട്? ഇത് ഞാൻ പറഞ്ഞതല്ല, കാരണവന്മാർ കൈമാറി വന്നിട്ടുള്ള ഒരു ഇക്വേഷനാണിത്. സാധാ അരി ഇനിയിപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാനിതിപ്പോൾ ബിരിയാണി റൈസൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും, കറക്റ്റ് വേവിൽ കിട്ടും. സാധനങ്ങളുടെ അഭാവം മൂലവും കടയിൽ പോയിട്ട് വാങ്ങാനുള്ള മടി മൂലവും ഉള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ഓക്കെ, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ആ ഇക്വേഷൻ അവിടെ കാര്യമായിട്ട് മനുഷ്യനെ അറിയുള്ളൂ. 2, 3, 4 വെള്ളത്തിൽ ഇപ്പിടണ്ടേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ മാഗി ക്യൂബ് ഇതിങ്ങനെ ഇളക്കി 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 ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മള് വെള്ളം ഇപ്പൊ തിളച്ച് വരുന്നുണ്ട്. ഈ മാറ്റി വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ കുക്കറിൽ വെക്കുന്നതിൻ്റെ ഒരു ടിപ്പാണ് നമ്മൾ യൂസ് ആക്കുന്നത്. അത് അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് കൂടെയൊക്കെ നമുക്ക് പോയി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഗ്ലാസ് ആയിരിക്കും 4 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി ഇടുന്നു. ദെൻ കുക്കർ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നു, ഒരൊറ്റ വിസിലടിക്കുന്നു. പിന്നെ ഗ്യാസും ഓഫ് ചെയ്തിട്ട് 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്ത് നോക്കാവുന്നതാണ്. അത് തുറക്കണില്ല. അയ്യോ, ഞാൻ തന്നെയല്ലേ ആവി പോകാൻ. മാഗി ക്യൂബ് ഇട്ടിട്ട് എന്താ യെല്ലോ കളർ വരാത്തത്? വേവൊക്കെ നല്ല കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ അടിപൊളി വേവാണ്. ബട്ട് ഇവിടെ ഗരം മസാല അല്ല പറയാം, മറ്റേ കൊള്ളി പട്ട സംഭവങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് ഈ ഏലക്കായി മാത്രമാണ്. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ദെൻ എന്താ പറയുക, മാഗി ക്യൂബ് ഇട്ടു. എനിവേ ചോറ് റെഡിയായി. വാഴൻ്റെ ഇലയിൽ ചോറ് എന്നിട്ട് കുറേ ആയി, ഭയങ്കര പൂതിയായപ്പോൾ പിന്നെ ഈ വാഴ കണ്ടപ്പോൾ 1 ഇല എടുത്ത് അതിലങ്ങ് തിന്നു. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് സക്സസ് ആയതിനെ കൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞങ്ങൾ തരുന്നതാണ്. അതുവരെ ബായ്.